2 ബോക്സ് തന്നെ ഉള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗത്തിൽ പോകണം. എന്ന സ്വർഗം എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം. വെള്ളിയാഴ്ച ദിവസം പോലും പള്ളി കയറാതെ പട്ടച്ചാരായി അടിച്ചു കിടക്കണ കാക്കായും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം. എല്ലാവർക്കും സ്വർഗം വേണ്ടേ? എല്ലാവർക്കും സ്വർഗം വേണ്ടേ? എന്നാൽ സ്വർഗത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞത്, നിന്റെ ബുദ്ധി വെച്ചിട്ട് നീ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ നിനക്ക് തിരിയൂല. സത്യമാ പറഞ്ഞേ. അള്ളാന്റെ ഖുർആൻ പറയാ, നീ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കണ്ട, മനസ്സിലാവൂല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ഈ റോഡിലൊക്കെ എത്രയോ മരങ്ങൾ നിൽക്കുന്നു. ഇതുപോലെ സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 100 കൊല്ലം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ, ഒരു വാഹനത്തിന്റെ മുകളിൽ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിച്ചാൽ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മരത്തിന്റെ വലിപ്പം എന്തായിരിക്കും? സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്. 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വർഷമല്ല. അതാ മനസ്സിലാക്കണ്ടേ. നമ്മൾ ഇവിടത്തെ വർഷമല്ല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 കൊല്ലം ദൈർഘ്യമുണ്ടെന്നാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, 100 കൊല്ലം സഞ്ചരിച്ചാൽ ഒരു മരം വിട്ടുകിടക്കുന്നില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഒരു മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ സ്വർഗത്തിന്റെ വലിപ്പം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഏറ്റവും അവസാനം കിടക്കണ ഒരു ചങ്ങാതിയുണ്ട്. ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു ചങ്ങാതി. ഈ ചങ്ങാതി ആദ്യം അള്ളാഹിനോട് പറയും, പടച്ചോനെ എനിക്കൊന്ന് സ്വർഗം കാണുന്നതോ, അവിടെ വരെ ഒന്ന് കൊണ്ടിരുത്തി തരുവോ? അള്ളാഹു അവിടെ കൊണ്ടിരുത്തും. അവസാനം ഈ ചങ്ങാതി പറയും, പടച്ചോനെ എനിക്ക് സ്വർഗത്തിൽ കയറണമെന്ന്, ഒന്ന് കാലുകുത്താനുള്ള സ്ഥലം തന്നാ മതി. അള്ളാഹു ചോദിക്കും അത്രേ, ഈ ദുനിയാവും ഇതിന്റെ ഇരട്ടിയും മതിയോ എന്നാ ചോദിക്കണം. ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഇരട്ടിയ. ഓൻ തന്നെ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് കളിയാക്കാണോ പടച്ചോനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ വിശാലത ഏതാ? അപ്പൊ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ആ സ്വർഗം നമ്മളാരും കണ്ടിട്ടില്ല. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ഒന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസ്സലാം, 2 ഇദ്രീസ് നബി അലിഹിസ്സലാം. സ്വർഗത്തിൽ ജീവിക്കുന്ന 2 പ്രവാചകന്മാരാ. എങ്ങനാ ഈ പ്രവാചകന്മാര് സ്വർഗത്തിൽ പോയെ? ഇദ്രീസ് നബി എങ്ങനെ, ഈസാ നബി എങ്ങനെയാ സ്വർഗത്തിൽ പോയതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പടച്ചവനെ അവിടുന്ന് ശത്രുക്കൾ, തന്റെ അനുയായികൾ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തി. പക്ഷെ ഇദ്രീസ് നബി എന്ന് പറയുന്ന ഒരു നബിയുണ്ട്. ഈ നബിയും സ്വർഗത്തിലാ. എങ്ങനെയാ പോയെന്നറിയോ? ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ പോയ കഥ നിങ്ങൾക്കറിയോ? പഠിക്കണം. വളരെ മനോഹരമായ, ചിരി വരും നമുക്കത് കേട്ടാൽ.